നമ്മൾ ഈ നിലപാടില്ലാത്തവരെ കുറിച്ചും പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്തവരെ കുറിച്ചും നമ്മൾ നാടൻ ശൈലിയിൽ ഒരു പ്രയോഗമുണ്ട്, തന്തയ്ക്ക് പറക്കാത്തവന്മാർ അല്ലേ. അപ്പോൾ അത്തരം ഒരാളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരാൾ സ്വയം വേദിയിൽ കയറി നിന്നുകൊണ്ട് പറയാണ് എൻ്റെ തന്ത ആരെന്നറിയില്ല എന്ന്. ഞാൻ ഇന്ന ഒരു ജാതിയിൽപ്പെട്ടത് എൻ്റെ അമ്മ ആ ജാതിയിൽ പെട്ട ആളായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജാതിയിൽ വന്നത്, അല്ലെങ്കിൽ ഞാൻ ആ ജാതിയിലാവില്ലായിരുന്നു പറയുന്ന ഒരാൾ. അപ്പോൾ അതായത് അയാളുടെ പിതൃത്വത്തിന് അയാൾ ഒരു വിലയും കൊടുക്കുന്നില്ല, അയാളുടെ തന്ത ആരെന്ന് അറിയില്ല എന്നാണ് അയാൾ സ്വയം വിളിച്ചു പറയുന്നത്. അത് എൻ്റെ തന്ത ഇന്ന ആളാണ്, എൻ്റെ എന്താ അയാളുടെ പേരിനോടൊപ്പം അയാളുടെ തന്തയെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞ ആൾ വിമർശിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ അച്ഛൻ്റെ പേര് ദാമോദരൻ എന്നാണല്ലോ, അയാളുടെ പേരിൽ തന്നെ അയാളുടെ അച്ഛൻ ദാമോദരൻ എന്നാന്നുള്ളത്. ഈ പറഞ്ഞ വീഡിയോ ഞാൻ ഇതോടൊപ്പം കൊടുക്കാം. ഈ പറഞ്ഞ ആളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, അല്പമെങ്കിലും കോമൺ സെൻസ് വേണ്ടേടോ, അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് സ്വന്തം തന്തയെ ഇതുപോലെ തള്ളിപ്പറയുക, അല്ലെങ്കിൽ തന്ത ആരാന്ന് എനിക്കറിയില്ല എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാന്നൊക്കെ പറഞ്ഞാൽ ചിരിയെങ്കിൽ ഉളുപ്പില്ലായ്മ എന്ന് തന്നെയാണ് വേണ്ടി പറയേണ്ടത്. ഓക്കെ, വീഡിയോ കണ്ടു നോക്ക്. അതല്ല, ജന്മം കൊണ്ട് സതീശൻ ഈ ആർക്കുണ്ടായതാണെന്ന് നമുക്കറിയാൻ പാടില്ല. പേര് കേട്ടാൽ സതീശനാണെന്ന് നമുക്കുണ്ടാകാമല്ല, നമുക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ പേരിലും വന്ന് ഞങ്ങളുടെ ആളുകളെ ചീത്ത പറയും, ഞങ്ങളുടെ ആളുകൾ കൈയടിച്ചോട്, ഞങ്ങളുടെ ആളുകളെ ചീത്ത പറയുമ്പോൾ നമ്മുടെ ആളുകൾ കൈയടിച്ചോട്. ആ സൈസ് എപിമാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. SNDPO ജനറൽ സെക്രട്ടറിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാറ് എൻ്റെ അമ്മ ഈഴവ സ്ത്രീയായിരുന്നു, ദേവകി. എൻ്റെ അമ്മ ദേവകി ഈഴവ സ്ത്രീ ആയതുകൊണ്ട് ദേവകി പ്രസവിച്ച ആയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് നടേശൻ ഈഴവനായത്. അദ്ദേഹത്തെ എൻ്റെ അമ്മ മറിയാമ്മയായിരുന്നെങ്കിൽ ഞാൻ മത്തായി ആകും, മത്തായി ആയിരുന്നെങ്കിൽ SNDPO ജനറൽ സെക്രട്ടറി ആകുമോ? അത്രയൊക്കെ ഒരു കോമൺ സെൻസ് ആലോചിക്കാൻ ഞങ്ങളുടെ ആളുകൾക്ക് സാധിക്കാത്ത ഉണ്ട്.